ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 2 kg വെയിറ്റ് വരുന്ന 2 ടയർ കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോയാണ്. നല്ല ഹൈറ്റിൽ തന്നെ ഈ ഒരു കേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വാനില കേക്കാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കട്ടയില്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് അരിച്ചെടുക്കണം. മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള അത്യാവശ്യം വലിയൊരു ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 8 മുട്ടയും 2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.25 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ഞാൻ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊന്ന് പതഞ്ഞു വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലുപയോഗിക്കുന്ന മുട്ടയും പാലും എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതായിരിക്കരുത്. മുട്ടയൊക്കെ ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ മാറി വെള്ള നിറമാകുന്നത് വരെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബാറ്റർ ഇതുപോലെ ആയിരിക്കണം വരേണ്ടത്. ഇതുപോലെ ആകുമ്പോഴേക്കും ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓയിൽ കുറേശ്ശെ ചേർത്ത് ബീറ്ററിൻ്റെ 1ാമത്തെ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റായി പോകരുത്. രണ്ട് ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ മിക്സ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതിയെ ഫോൾഡ് ചെയ്തെടുക്കാം. പതിയെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കുത്തി ഇളക്കിയാൽ ബാറ്റർ താഴ്ന്നു പോകും. അതുകൊണ്ട് വളരെ പതുക്കെ സമയമെടുത്ത് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഓരോ ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം ഫ്ലോർ ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ പാല് ചേർക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. വീണ്ടും ഫ്ലോർ ചേർക്കുക. അങ്ങനെ വേണം ബാറ്റർ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. 8 ടേബിൾ സ്പൂൺ പാലാണ് എനിക്കിവിടെ ആവശ്യമായിട്ട് വന്നത്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇത് ഒട്ടും താഴ്ന്നു പോയിട്ടില്ല. ഇങ്ങനെ വന്നാൽ കേക്കൊക്കെ നല്ല രീതിയിൽ പൊങ്ങി വരത്തുള്ളൂ. കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്യുന്നത് 2 8 ഇഞ്ചിൻ്റെ പാനിലും 1 5 ഇഞ്ചിൻ്റെ പാനിലുമാണ് ബേക്ക് ചെയ്യുന്നത്. നല്ല ഹൈറ്റിൽ തന്നെ ബട്ടർ പേപ്പറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5 ഇഞ്ചിൻ്റെ ട്രേയിൽ ഹൈറ്റിൽ തന്നെ ബട്ടർ പേപ്പർ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇച്ചിരി മാവ് കൂടുതൽ തന്നെ 5 ഇഞ്ചിൻ്റെ ടിന്നിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. 8 ഇഞ്ചിൻ്റെ ഒരു പാനിൽ ആ പാനിൻ്റെ ഹൈറ്റ് വരെ തന്നെ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ അത് ബട്ടർ പേപ്പറും ഇട്ട് കൊടുക്കണം. അതൊരു 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അടുത്ത പാനിൽ 1 ലെയറിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ മാത്രം ഒഴിച്ചാൽ മതി. അങ്ങനെ മൊത്തം 8 ഇഞ്ചിൻ്റെ പാനിലത് 4 ലെയറും 5 ഇഞ്ചിലത് 3 ലെയറുമായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇനി കേക്കിൻ്റെ എയർ ബബിൾസൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. കേക്കൊക്കെ നന്നായി ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം.
അതിനായിട്ട് ഏറ്റവും മുകളിൽ വയ്ക്കുന്ന കേക്കാണ് ആദ്യം സെറ്റ് ചെയ്യുന്നത്. കേക്ക് ടിന്നിൻ്റെ ഏറ്റവും അടിയിൽ വരുന്ന ലെയർ വേണം ഇതിന് ആദ്യം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ബേസ് ഇച്ചിരി കട്ടിയുണ്ടാകും. ഇനി അത് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. വെറ്റ് ചെയ്യാനായിട്ട് പാലിൽ മിൽക്ക് മെയ്ഡ് ചേർത്തതാണ് ഉപയോഗിക്കുന്നത്. പാൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് കേക്ക് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരല്പം ക്രീം കൊടുത്തൊന്ന് ലെവൽ ചെയ്യാം. വാനില കേക്ക് ആയതുകൊണ്ട് തന്നെ ഫില്ലിങ്സ് ആയിട്ട് മിഠായി മേറ്റോ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുക്കാം. അത് കൊടുത്ത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയറും ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഏറ്റവും മുകളിലത്തെ ലെയർ വെച്ച് കൊടുക്കാം. കേക്ക് കട്ട് ചെയ്യുമ്പോൾ നടുക്ക് വരുന്ന ലെയറാണ് ഏറ്റവും മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രം കോട്ട് ചെയ്യാം. ക്രം കോട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒന്ന് സെറ്റ് ആവാനായിട്ട്. അതിനുശേഷം ഫൈനലൈസിങ് കൊടുക്കാം. കേക്ക് ഒരേ ലെവൽ അല്ല എന്നുണ്ടെങ്കിൽ സൈഡൊക്കെ ഒന്ന് ഒരല്പം കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊടുക്കാം. അതിനുശേഷം നന്നായി ക്രീം കൊണ്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്താൽ മതി. കേക്കൊക്കെ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ആ സമയം കൊണ്ട് താഴത്തെ ടയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. താഴത്തെ ടയറും ഞാൻ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാമറ ഓഫായി പോയത് കൊണ്ടാണ് വീഡിയോ റെക്കോർഡ് ആവാത്തത്. 12 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം ക്രീം കൊടുത്തതിന് ശേഷമാണ് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തത്. പിന്നെ അത് നന്നായി ഒന്ന് വെറ്റ് ചെയ്തു. ക്രീം കൊടുത്തു, മിൽക്ക് മെയ്ഡ് കൊടുത്തു, അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തു. അങ്ങനെ 4 ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം സെറ്റ് ആവാനായിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫൈനലൈസിങ് ചെയ്യാനായിട്ട് മുകളിലത്തെ കേക്ക് എടുത്തിട്ടുണ്ട്. ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഓയിൽ ബ്രഷ് കൊണ്ട് സൈഡിലൊക്കെ ഒരു ഡിസൈൻ പോലെ കൊടുക്കാം. അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടും കേക്കിന്. കേക്ക് ബോർഡൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കാം. ഇനി താഴത്തെ ടയറും ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. കേക്ക് രണ്ടും ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം ഓവർനൈറ്റ് കംപ്ലീറ്റ് കേക്ക് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് കേക്ക് ടയർ ചെയ്യാൻ എടുക്കുന്നത്. ഇനി കേക്ക് ഒന്ന് ടയർ ചെയ്തെടുക്കാം. കേക്ക് രണ്ടും നന്നായിട്ട് തണുത്ത് സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. കേക്കിൻ്റെ ഡെക്കറേഷൻസൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൊണ്ടുപോകുന്നതിന് ഒരു അരമണിക്കൂർ മുന്നെയാണ് ഞാൻ കേക്ക് സ്റ്റാക്ക് ചെയ്യുന്നത്. 5 ഇഞ്ചിൻ്റെ പാന് കൊണ്ട് മുകളിലൊന്ന് അടയാളം പോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ കേക്ക് കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് സൈഡിലോട്ട് നീക്കിയിട്ടാണ് ചെയ്യുന്നത്, ഫ്ലവറൊക്കെ വെക്കാനുള്ളത് കൊണ്ട്. കേക്ക് സേഫായിട്ടിരിക്കാനായിട്ട് 1-2 ഡബിൾസ് കൂടി കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ഹൈറ്റിനെ കാട്ടി ഒരു 1/2 ഇഞ്ച് താഴ്ത്തി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനൊരു 4 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
കേക്ക് കൊണ്ടുപോകുന്നതിന് 1-2 മണിക്കൂർ മുന്നെയോ അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നെയോ സ്റ്റാക്ക് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് നേരം ഇരിക്കുമ്പോൾ കേക്ക് അങ്ങ് താണു പോകും. ആദ്യം കേക്ക് രണ്ടും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഹൈറ്റിൽ ഒന്ന് എടുത്ത് വയ്ക്കുക. അതിനുശേഷം വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. കേക്ക് പാലറ്റ് നൈഫ് കൊണ്ട് ബേസിൽ നിന്നൊന്ന് വിടുവിച്ചെടുക്കാം. ഇനി ഇതുപോലൊരു വുഡൻ സ്റ്റിക്ക് പതിയെ കേക്കിലേക്ക് ഒന്ന് താഴ്ത്തി പാലറ്റ് നൈഫിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് പതിയെ ഒന്ന് വലിയ കേക്കിന് മുകളിലേക്ക് എടുത്തൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് പതിയെ നൈഫ് ഒന്ന് വലിച്ചിങ്ങെടുത്താൽ മതി. ഒരു ഡവൽ കൂടി എടുക്കുന്നുണ്ട്. അത് കേക്കിൻ്റെ ഹൈറ്റിന് കട്ട് ചെയ്തിട്ട് അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് നല്ല സേഫായിട്ട് തന്നെ ഇരിക്കും. ട്രാവൽ ചെയ്യുമ്പോഴും അത് ചരിഞ്ഞ് വീഴത്തൊന്നുമില്ല. എന്നിട്ട് ബാക്കി ഫൈനൽ ഡെക്കറേഷനൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഫൈനൽ ലുക്ക് കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.